അൻവറിനെ കൊന്നേ അടങ്ങൂ എന്ന് മപ്രകൾ, കൊല്ലാൻ നിന്നു കൊടുക്കാൻ അൻവറും. ഇതിനിടയിലാണ് കെ സി വേണുഗോപാലിൻ്റെ ഒരു പ്രതികരണവും വന്നത്. നിലമ്പൂർ ഒരുങ്ങുമ്പോൾ സംഗതി ഇലക്ഷൻ ആകുന്നതിന് മുമ്പേ ഇലക്ഷൻ്റെ ആവേശമാകുന്നു എന്നതാണ് സത്യം. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിച്ചില്ല, അവർ ചർച്ചയിലാണ്. BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി DCC സെക്രട്ടറി ബീന ജോസഫിനെ സമീപിച്ചെന്ന് ഒരു വാർത്തയും വന്നു. കലക്കോട് കലക്കാണ്, കലങ്ങി തുടങ്ങുകയാണ് നിലമ്പൂർ. അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. അൻവർ എന്തോ ഒന്ന് മിണ്ടിത്തുടങ്ങിയപ്പോൾ അൻവറിനെ ആവേശം കൊള്ളിച്ച് OB-വാനികളുമായി വീടിൻ്റെ മുന്നിൽ കാവൽ കിടന്ന് കുത്തി കുത്തി പൊക്കി മൈക്കിട്ട് ചുരണ്ടി എന്തെല്ലാം പുറത്തെടുക്കാമോ അത് മുഴുവൻ പുറത്തെടുത്ത് അദ്ദേഹത്തെ ഒരു വഴിക്കാക്കി. അദ്ദേഹം പുറത്തുപോയി, രാജിയും വെച്ചു. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുമായി. ഈ ഉപതെരഞ്ഞെടുപ്പായ ഘട്ടത്തിൽ ഇപ്പോൾ അദ്ദേഹം എങ്ങനെയെങ്കിലും UDF സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുമ്പോൾ അന്ന് ഈ ആവേശം കൊള്ളിച്ച് ഒരു ധീരവീര പരിവേഷം നൽകിയ മാധ്യമങ്ങളെല്ലാം കൂടി ഇപ്പോൾ അദ്ദേഹത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരന്തരം പണ്ട് പറഞ്ഞ വീഡിയോകൾ ഇങ്ങനെ ആവേശപൂർവ്വം കാണിച്ച് ആശയക്കുഴപ്പവും വികാരവും ആളിക്കത്തിക്കുകയാണ്. എന്നുവെച്ചാൽ ഒരിടത്തുനിന്ന് പിടിച്ചിറക്കി ഇനി അടിച്ചു കൊന്നേ മതിയാവൂ എന്ന തരത്തിൽ. പണ്ട് കെ സി വേണുഗോപാലിനെക്കുറിച്ച് പറഞ്ഞത് കണ്ടോ, ഇപ്പം കെ സി വേണുഗോപാലിനെക്കുറിച്ച് പറഞ്ഞത് കണ്ടോ? എടാ, അതാണ്ട് പുതുമയുള്ള കാര്യമാണോ? കേരളത്തിൽ രാഷ്ട്രീയം മാറുന്ന ആളുകളുടെ എല്ലാം പഴയ പ്രസ്താവനകളും പിന്നീടുള്ള പ്രസ്താവനകളും എടുത്തു നോക്കിയാൽ അങ്ങ് സാക്ഷാൽ ഗൗരിയമ്മ മുതൽ ഇങ്ങോട്ട് ഇപ്പം മാറിയ ഈ KPCCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി അനിൽകുമാർ അടക്കമുള്ളവർ, അവസാനം മാറിയ സരിൻ അടക്കമുള്ളവരുടെ പഴയകാല പോസ്റ്റുകളും പ്രസ്താവനകളും ഇപ്പോൾ അവരെത്തിപ്പെട്ടിരിക്കുന്ന സ്ഥലത്തെ സംഗതികളുമൊക്കെ എടുത്തു നോക്കിയാൽ ആ വ്യത്യാസമുണ്ട്. എന്നാൽ ഇവിടെ അൻവറിനെ ഒരു കാരണവശാലും അടുപ്പിക്കരുത്, ഈ അന്യവൽക്കരിച്ച് അടിച്ചു കൊല്ലണം എന്ന് പറയുന്നൊരു വാശിയോടെയാണ് ഈ മാധ്യമപ്രവർത്തകരെല്ലാം ആവേശപൂർവ്വം നിൽക്കുന്നത്. എന്നാൽ അൻവർ ആകട്ടെ ഒരു തിരിച്ചറിവ് വേണ്ടേ? അൻവർ അതിനപ്പുറം കൊല്ലാൻ നിന്നു കൊടുക്കുകയാണ്. അദ്ദേഹം വികാരം കൊണ്ട് ഇപ്പം തുറന്നു പറയും, നാളെ തുറന്നു പറയും. അതുപോലെ തന്നെ ഓരോരുത്തരെയും ഇങ്ങനെ മാറിയും തിരിഞ്ഞും ആക്രമിച്ചും. ഇതെന്തൊരു മുന്നണി പ്രവേശമാണ്! ഒരു മുന്നണിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതാണ് അവസ്ഥയെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു മുന്നണിയിൽ പ്രവേശിച്ച് കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താ? ഇനി അത് മാത്രമാണോ? ഈ മുന്നണിയിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്ക് ഈ PV അൻവറിനെ വിശ്വസിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹത്തോട് ആശയവിനിമയം നടത്താൻ പറ്റുമോ? അദ്ദേഹം എന്ത് ചെയ്യും എന്നുള്ളത് ആർക്കും നിശ്ചയമില്ല. ചുരുക്കത്തിൽ അദ്ദേഹം ഒരുതരം മലബാറിലെ PC ജോർജ് പോലെ ആവുന്നു എന്നതാണ് സത്യം. അത് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. കൊല്ലാൻ നടക്കുന്നവർ ഒരു വശത്തും കൊല്ലാൻ നിന്നു കൊടുക്കാൻ അദ്ദേഹവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്ഥിതി. ഇതിനിടയിലാണ് ഇങ്ങനെ കത്തിപ്പടർന്ന് നിൽക്കുന്നതിനിടയിൽ AICCയുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വളരെ പക്വമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഒരു പോരാട്ടത്തിനൊടുവിൽ രാജിവെച്ച ആളാണ് PV അൻവർ. അങ്ങനെ രാജിവെച്ചതുകൊണ്ടാണ് അവിടെ ഒരു ഒഴിവ് വന്നതും ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നതും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സെൻറ്റിമെൻറ്റ്സ് തീർച്ചയായും പരിഗണിക്കപ്പെടേണ്ടതാണ്, അത് ചേർന്ന് തന്നെ പോകണം എന്ന് പറയുമ്പോൾ ആ ഒരു അന്തരീക്ഷം ഒരുക്കുന്നതിൽ അൻവറിന് കൂടി ഒരു പങ്കില്ലേ? ഇത് അൻവർ അത് മുഴുവൻ തട്ടിക്കറക്കി തകർക്കും എന്നുള്ള നിലയിൽ നിന്നാൽ എങ്ങനെയാണിത് മുന്നോട്ട് പോവുക? അവിടെ എത്തി നിൽക്കുകയാണ് ഒരു വശം. രണ്ടാമത്തെ CPMൻ്റെ സ്ഥാനാർത്ഥി ഇതുവരെ തീരുമാനിച്ചില്ല, അവർ ചർച്ചയിലാണ്. ഒരു ശക്തനായ സ്ഥാനാർത്ഥി വരും എന്നവർ പറയുന്നുണ്ട്. അതാകുന്നില്ല എന്നുള്ളത് കൊണ്ട് കുറേ ട്രോളുകൾ മറുവശത്തുണ്ട്. BJP ഇതിനിടയ്ക്ക് മത്സരിക്കുമെന്ന് പറഞ്ഞു, പിന്നെ BDJS മത്സരിക്കുമെന്ന് പറഞ്ഞു, പിന്നെ ഇപ്പോൾ സ്വതന്ത്രനാണെന്ന് പറയുന്നു. ഏതാണ്ട് എല്ലാം കൂടി ഒരു ജഗപുകയായ അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. അവിടെ ബീന ജോസഫ് എന്ന് പറയുന്ന DCC സെക്രട്ടറിയെ സമീപിച്ചു. അവരത് മാധ്യമങ്ങളോട് പറഞ്ഞു, MD രമേശ് വന്നിരുന്നു, ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം ചുരുക്കത്തിൽ ഇവിടെ ഇലക്ഷൻ വേണമെന്ന് ആഗ്രഹമുള്ള രണ്ട് പേർക്കായിരുന്നു. ഒന്ന് ആര്യാടൻ ഷൗക്കത്തിനും മറ്റൊന്ന് PV അൻവറിനും. അൻവറിന് ഇലക്ഷൻ നടന്നെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കല്ലും നെല്ലുമൊക്കെ തിരിയുള്ളൂ എന്നുള്ളൊരവസ്ഥയുണ്ടായിരുന്നു. ആര്യാടൻ ഷൗക്കത്താവട്ടെ തനിക്ക് ലഭിക്കുന്ന ഒരു അപൂർവ ഊഴമായി ഇതിനെ കാണുകയും ചെയ്തു. ഇപ്പോൾ ഇത് മൂത്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ആകെ ഇതിനോടിപ്പോൾ ഇഷ്ടം ആര്യാടൻ ഷൗക്കത്തിന് മാത്രമായിരിക്കും. ബാക്കി എല്ലാവരും ഈ ഇലക്ഷൻ കൊണ്ട് പെടാപ്പാട് പെടുകയാണ്.